നമസ്കാരം. യേശുക്രിസ്തു പറഞ്ഞൊരു വാചകമുണ്ട്, സീസണുള്ള സീസണിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക. പല ആൾക്കാർക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. സീസറിൻ്റെ വംശത്തിൽപ്പെട്ടയാളാണ്. അവർ തലമുറകളായിട്ട് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ദൈവം എന്നുള്ള സങ്കല്പം അത് മറ്റൊന്നാണ് എന്ന് പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും തമ്മിൽ അല്ലെങ്കിൽ ആത്മീയതയും രാഷ്ട്രീയവും തമ്മിൽ കലർത്തരുത് എന്നാണ് വ്യക്തമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോട് ഉള്ള അല്ലെങ്കിൽ CPI അടക്കമുള്ള 1924 ഈ CPI രൂപീകരിക്കുന്നത്. അത് കഴിഞ്ഞാണ് 1964 ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ട് പിന്നെ EMSൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ പാർട്ടി പോകുന്നത്. ആ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് കാര്യം പറഞ്ഞു പോകാം. അങ്ങനെ ആ സമയത്ത് ഞാനിപ്പോൾ ഓർക്കുന്നു, എൻ്റെ നാട്ടിലൊക്കെ ഈ ഒരാൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ CPMൻ്റെ ഒരു പ്രതിനിധിയാണെങ്കിൽ, ഒരു മെമ്പറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അംഗമാണെങ്കിൽ അയാൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോസ്കിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് ശിക്ഷാ നടപടികൾ മാറ്റി നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പള്ളിയിൽ പോയി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ മോസ്കിൽ പോയി എന്നൊക്കെ ചോദിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അതിനുവെച്ചാൽ കാർൽ മാർക്സ് പറഞ്ഞാൽ നമ്മൾ പല ആവർത്തി പറഞ്ഞൊരു കാര്യമുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അടുത്തിടെ വരെ ഇത്തരം സംഗമങ്ങളോട് വിയോജനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ CPMനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ച് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി സംബന്ധിച്ച് ഇതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല. അത് അവരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ്. ഈ പുസ്തകം എഴുതിയതിനകത്ത് തുടർന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസം എന്ന് പറയും, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അങ്ങനെ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിനെതിരായിട്ടാണ് പറയുന്നത്, അതായത് വിശ്വാസത്തിനെതിരായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കും. ശരിയാണോ കമ്മ്യൂണിസ്റ്റുകാരെ? അതോ എല്ലാവരെയും ആദരിക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണോ? ശരിയാണ്, മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മാറ്റമില്ലാത്തതായിട്ടൊന്നേ ഉള്ളൂ, അത് മാറ്റം മാത്രമാണ് എന്ന്. ശരിയാണ്, മാറുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെങ്കിൽ തിരുത്തണം. അന്ന് ഞങ്ങൾ ശബരിമലയിൽ കാട്ടിക്കൂട്ടിയതിന് ബിന്ദു അമ്മണിയും രഹനവാദ്യമേയും അവിടെ കയറ്റി വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്നത് അയ്യപ്പസംഗമം നടത്തിക്കിട്ടോ, ആഗോള അയ്യപ്പസംഗമം. അയ്യപ്പനെന്ന് വെച്ചാൽ അയ്യപ്പൻ, ഞാൻ ഇത്രയും ഈ സംഭവം എൻ്റെ പറയുന്നൊരു കാര്യം വെച്ചാൽ അയ്യപ്പൻ എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയുടെ ഭാവം എന്നുള്ളതല്ല, ഒരിഷ്ടം ഉള്ളത് എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. ഞാൻ നമ്മുടെ ഈ ചാനൽ വർക്കുന്ന എല്ലാവർക്കും അത് തന്നെയുണ്ട്. നമ്മുടെ മതങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിവിട്ട കാര്യങ്ങൾക്കോ ഒന്നും നിന്ന് കൊടുക്കാറില്ല. എന്നിരുന്നാലും പറയുകയാണ്, അയ്യപ്പ സംഗമത്തിൽ 3000 പേരെ പങ്കെടുക്കുകയാണ്. ഒരുപക്ഷെ 3000-ൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇനി ഞാൻ വരാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഈ അയ്യപ്പ സംഗമമൊക്കെ നടത്തിക്കോട്ടെ, ഇതാണ് ഇനി വിഷയത്തിലേക്ക് വരുന്നത്. എരുമേലി കൊരട്ടിയിൽ നിന്ന് ഏതാണ്ട് മുക്കൂട്ടുതറ വരെയുള്ള സ്ഥലത്ത് അവിടെ മുഴുവൻ കാട് കയറി നശിച്ച് കിടക്കുകയാണ്. ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ, നിങ്ങൾ തിരുപ്പതിയൊക്കെ നോക്കണം, അവിടുത്തെയൊക്കെ ഒരു ശ്രദ്ധേയമായ മാറ്റങ്ങൾ വർഷങ്ങളായിട്ട് അവിടുത്തെ വൃത്തി, വെടിപ്പ്, അതിൻ്റെ ഒരു മഹനീയത, അതൊക്കെ കാണണം. ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ശബരിമല വരുന്നതല്ല ഡിവോട്ടീസ് മാത്രം, ഈ അയ്യപ്പ സംഗമത്തിൽ വരുന്ന കേവലം ഡിവോട്ടീസിനപ്പുറത്തിനേക്കാൾ ഉപരി സമൂഹത്തിൽ അറിയപ്പെടുന്നവരാകാം, ഡെലിഗേറ്റ്സുകളാവാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ കാടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ? ഞാൻ ചുമ്മാ കാണിക്കുന്നുള്ളൂ. എരുമേലി വലിയമ്പലത്തിൻ്റെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഈ പറഞ്ഞ ഡെലിഗേറ്റ്സുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ വരുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അവർക്കെന്നാൽ ശബരിമല വന്നതല്ലേ, അല്ല പമ്പയിൽ വന്നതല്ലേ, ഇനി ശബരിമല പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനി നേരെ മറിച്ച് ഇങ്ങോട്ടൊന്നും വരത്തില്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ? അവിടെ കിടന്ന കാടൊന്ന് വൃത്തിയാക്കാൻ പൊതുമരാമത്തും ദേവസ്വവും ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾ ഉടനെ ചെയ്യുന്നുണ്ട്, മണ്ഡലകാലം വരികയാണ്, അതുകൊണ്ട് ഞങ്ങൾ ശരിയാക്കി തരും എന്നും പറയും. അതൊന്ന് വൃത്തിയാക്കി. നമ്മുടെ നാടുകൾക്കൊരു സൗന്ദര്യം വേണ്ടേ? എല്ലാം കണ്ടു കഴിഞ്ഞാൽ കാടും പള്ളയും കൊടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അല്പം സൗന്ദര്യവും ഭംഗിയൊക്കെ ആകാം ഇത്തരം കാര്യങ്ങൾക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഈ വീഡിയോ ഇതോടൊപ്പം നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ആ അമ്പലത്തിൻ്റെ സൈഡിലെ കാടും പടലും മത്തനും കുമ്പളവും. അതൊക്കെ മത്തനും കുമ്പളം മുളയ്ക്കുമെങ്കിൽ പോട്ടെ, അതും ഇല്ല. അതെല്ലാം ചുമ്മാ കാട് കയറി കിടക്കുവാണ്. അപ്പോൾ വേണ്ട പരിചരണമൊന്നും കിട്ടാത്തതുകൊണ്ട് അത് നടക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം. എൻ്റെ പറമ്പിൽ ഇപ്പോൾ കാട്ടുപന്നികളുടെ ഭയങ്കര ശല്യമാണ്. ഞാൻ ഈ വർഷം കൃഷിയൊന്നും ചെയ്തില്ല, ഒരു തൻവർഷം കൃഷിയും ചെയ്തില്ല. അപ്പോൾ തൻവർഷം കൃഷി ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എൻ്റെ വീടിൽ ഇപ്പം നമ്മൾ രാത്രിയിലാണ് വീഡിയോ കയറിയത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചേനെ. മുഴുവൻ കാടും കയറി പന്നിയും കുത്തി കിടക്കുകയാണ്.
റബ്ബർ മാത്രമുണ്ട്, റബ്ബറിൽ മാത്രം ഇവന് വലിയ ആക്രമിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് ഏതെങ്കിലും ആരെങ്കിലും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. കാടും പടലും പന്നിയും കുറ്റിച്ചെടികളെല്ലാം കയറി കിടക്കുന്നിടത്ത് നമ്മൾ വാഴ വെച്ചിട്ടോ അല്ലെങ്കിൽ കപ്പ നിട്ടോ കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കൊന്നില്ലെങ്കിൽ കാണാം.